ചൈൽഡ്ഹുഡിൽ ആ അമ്മാമ്മ പറഞ്ഞ പല കഥകളും കേട്ട് വളർന്ന് ഗംഗ. ആ ഗംഗ എന്ന് പറഞ്ഞ കഥാപാത്രം വളരെ ചെറുപ്പത്തിൽ അബ്സോർബ് ചെയ്തിട്ടുള്ള സ്റ്റോറീസ്, അതാണ് ഗംഗയുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിറഞ്ഞിരിക്കുന്ന വിശ്വാസങ്ങൾ. പിന്നെ തിരിച്ച് അങ്ങനെ ഒരു വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ആരും തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞ റൂം തുറന്ന് അകത്ത് കയറുമ്പോഴാണ് അത് ട്രിഗർ ആവണുള്ളൂ. അതുവരെ നകുലന്റെ നല്ല ഭാര്യയായിട്ട് ജീവിച്ച വ്യക്തിയാണ് ഗംഗ. സ്കൂളിൽ കോളേജിലെല്ലാം പഠിക്കുന്ന സമയത്ത് സിംറ്റംസ് ഉണ്ടായിരുന്നെങ്കിലും പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത് കൽക്കത്തയിൽ പോയി ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തപ്പോൾ അതിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ട്. സോ പല സാഹചര്യങ്ങളിലും ട്രിഗേഴ്സ് വരുമ്പോഴാണ് ഇത് പുറത്തേക്ക് വരുന്നത്. 2-3 രീതിയിൽ അതിനെ കാണാം. ഈ ചൈൽഡ്ഹുഡിലെ ഈ കഥകൾ കേട്ട് വളർന്നതുകൊണ്ട് ആ ബിലീഫിൽ നിന്ന് വന്നതാണെന്ന് നമുക്ക് ചിന്തിക്കാം. വളരെ ചെറുപ്പത്തിൽ തന്നെ പാരന്റ്സ് അബാൻഡൻ ചെയ്തു പോയൊരു കുട്ടിയാണ് ഗംഗ. പാരന്റ്സ് കൽക്കത്തയിൽ പോയി, ഗംഗ അമ്മമ്മയുടെ കൂടെ. ആ ഒരു അബാൻഡൻമെന്റ് വരുമ്പോൾ ആളുകളിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഡിസോസിയേഷൻ. നമ്മളുടെ റിയാലിറ്റിയിൽ നിന്ന് കുറച്ചൊന്ന് വിട്ടു നിന്നുകൊണ്ടല്ല, നമ്മൾ അതിനെ കോപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ഒരു കോപ്പിംഗ് വഴി ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ വന്ന ഒരു സിംറ്റം ആകാം. അതുമല്ലെങ്കിൽ നാഗവല്ലിയുടെ പ്രേതം മേത്ത് കയറി എന്ന് പറയാം. അങ്ങനെ കാണുന്നവരുണ്ട് അല്ലെ. പൂജ മാത്രം ചെയ്താൽ മതി, അതിൽ തന്നെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അമ്മാവന്റെ ക്യാരക്ടർ ബിലീവ് ചെയ്യണത് പ്രേതം കയറി എന്നുള്ളതാണ്. ഈവൻ ആ തിരുമേനി ആണെങ്കിൽ പോലും അതിനെ കുറച്ചുകൂടി സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് മിക്സ് ചെയ്ത് കാണുന്ന ഒരു രീതിയാണ്. സോ പല രീതിയിൽ നമുക്ക് ഇതിനെ കാണാം. എന്നാൽ